أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين أشهد أن لا إله إلا الله وأن محمد رسول الله اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وصحبه أجمعين والحمد هو الوصف بالجميل والحمد ഹംദാകുന്നത് ഹംദ് എന്ന് പറഞ്ഞാൽ ഹുവൽ വസ്ഫ് അത് വിശേഷിപ്പിക്കലാണ് ബിൽ ജമീൽ നല്ല കാര്യങ്ങളെ കൊണ്ട്. ചില സ്ഥലത്ത് അൽ ഇഖ്തിയാരി എന്നും കാണാം. അൽ ജമീലുൽ ഇഖ്തിയാരി, ഇഖ്തിയാരിയായ നല്ല കാര്യങ്ങളെ കൊണ്ട് സ്തുതിക്കലാണ് ഹംദ് എന്ന് പറഞ്ഞാൽ. ഇഖ്തിയാരി എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ചെയ്യാനും ചെയ്യാതിരിക്കാനും സ്വാതന്ത്ര്യമുള്ള കാര്യം. അതിൻ്റെ ഓപ്പോസിറ്റാണ് ഇൽത്തറാരി, ചെയ്തേ പറ്റൂ ചെയ്യാതിരിക്കാൻ പറ്റുകയില്ല, അങ്ങനെയുള്ളതാണ് ഇൽത്തറാരി. അങ്ങനെയുള്ള കാര്യത്തിൻ്റെ മേൽ സ്തുതിക്കലില്ല. ഇഖ്തിയാരിയായ കാര്യത്തിൻ്റെ മേലാണ് സ്തുതിക്കുക. ഒരാൾ നല്ലത് ചെയ്താൽ അവൻ ചെയ്തു എന്ന് പുകഴ്ത്തിപ്പറയലാണ്, വാഴ്ത്തലാണ് ഈ ഹംദ് എന്ന് പറഞ്ഞാൽ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വസ്സലാത്തു സ്വലാത്താകുന്നത്, വഹിയ ഈ സ്വലാത്ത്, മിനല്ലാഹി അല്ലാഹുവിൽ നിന്നുള്ള സ്വലാത്ത്, അർ റഹ്മത്തുൽ മഖ്റൂനത്തു ബിത്തഅ്ലീം തഅ്ലീമുമായി ബന്ധപ്പെടുത്തിയ റഹ്മത്താണ്. സ്വലാത്ത് ചൊല്ലപ്പെടുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബഹുമാനിച്ചിട്ട് അള്ളാഹു ചെയ്യുന്ന റഹ്മത്താണ് സ്വലാത്ത്, ബഹുമാനത്തോടുകൂടെയുള്ള റഹ്മത്ത്. അള്ളാഹുവിൻ്റെ റഹ്മത്ത് നബി തങ്ങൾക്ക് വളരെ ബഹുമാനത്തോടുകൂടെ നൽകട്ടെ എന്നുള്ളതാണ്. ഏതുപോലെ സദക്ക കൊടുക്കുമ്പോൾ ഹദിയ കൊടുക്കുമ്പോഴും രണ്ടും കൊടുക്കലാണ്, പക്ഷെ ഹദിയാക്കുമ്പോൾ ബഹുമാനത്തോടുകൂടെ നൽകലാണല്ലോ. വസ്സലാമു സലാമാകുന്നത്, സലാം കൊണ്ട് ഉദ്ദേശം അയ്യ തസ്ലീമു, സല്ലമ യുസല്ലിമു എന്നതിൻ്റെ മസ്ദറാണ് തസ്ലീം. ആ അർത്ഥത്തിനാണ് സലാമു എന്നറിയിക്കാൻ വേണ്ടിയിട്ടാണ് തസ്ലീമു എന്ന ശറവ് കൊണ്ടുവന്നത്. അപ്പോൾ തസ്ലീം എന്നതിൻ്റെ ഇസ്മ മസ്ദറാണ് സലാം എന്നുള്ളത്. അങ്ങനെയുള്ള രക്ഷപ്പെടുത്തലാകുന്നത് മിൻ കുല്ലി ആഫത്തിൻ, എല്ലാ ആഫത്തിൽ നിന്നും, മനക്സിൻ കുറവുകളിൽ നിന്നും ഉള്ള സലാമാകുന്നത് അലാ സയ്യിദിനാ മുഹമ്മദിൻ റസൂലില്ലാഹി, മുഹമ്മദ് നബിയുടെ മേലുണ്ടാവട്ടെ. അതായത് റസൂലില്ലാഹി അള്ളാഹുവിൻ്റെ റസൂലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റസൂലാണ്. ലികാഫത്തി സഖലൈൻ, സഖലൈനിൽ നിന്ന് മുഴുവനത്തിനിക്കും റസൂലാണ്. കാഫത്ത് പറഞ്ഞ മുഴുവൻ എന്ന അർത്ഥത്തിലുള്ള പദമാണ്. സഖലൈൻ എന്ന് പറഞ്ഞാൽ ഭാരമുള്ള രണ്ട് വസ്തുക്കൾ, രണ്ട് വിഭാഗം എന്നാണ്. അതായത് അൽ ജിന്നി വൽ ഇൻസി, ജിന്നിനിക്കും ഇൻസിനിക്കും മുഴുവനുമായി അയക്കപ്പെട്ടവരാണ്. ജിന്നും ഇൻസിനെ കുറിച്ച് സക്കലൈൻ എന്ന് പറയാൻ കാരണം അത് ഭൂമിയുടെ മേൽ ഭാരമുള്ളവരാണ് അവർ, അല്ലെങ്കിൽ അവർ തെറ്റുകളെ കൊണ്ട് ഭാരം ചുമന്നവരാണ്, അല്ലെങ്കിൽ അവരുടെ മീസാന് ഭാരം തൂങ്ങുന്നതാണ് എന്ന പല കാരണങ്ങളും പറഞ്ഞത് കാണാം. അങ്ങനെ ജിന്നിനും ഇൻസിനിക്കും പൂർണ്ണമായി അയക്കപ്പെട്ടവരാണ് നബിതങ്ങൾ എന്ന വിഷയത്തിൽ ഇജ്മാഅൻ, അജ്മഉ അലൈഹി ഇജ്മാഅൻ, അജ്മഉ എന്നതിൻ്റെ മഫ്ഊൽ മുത്ലഖാണ് ഇജ്മാഅൻ. ഈ വിഷയത്തിൽ അവർ ഏകോപിച്ചിരിക്കുന്നു, ആർക്കും തർക്കമില്ല. നബിതങ്ങൾ ജിന്നിനും ഇൻസിനിക്കും മുർസലാണ്. വകദൽ മലായികത്തി, മലക്കുകൾക്കും അയക്കപ്പെട്ടവരാണ്. അലാമ ഒരഭിപ്രായം അനുസരിച്ച്, ഖാലഹു ഈ അഭിപ്രായത്തെ പറഞ്ഞിരിക്കുന്നു ജംഉൻ മുഹഖിഖൂൻ, മുഹഖിഖീങ്ങളായ ഒരു പണ്ഡിതന്മാർ, ഒരു പറ്റം പണ്ഡിതനെ പറഞ്ഞിരിക്കുന്നു, മലക്കുകൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റസൂലാണ്. ഇവിടെ വാവ് ആതിഫ്, അതിൻ്റെ മഅതൂഫാണ് അൽ മലായികത്ത്. അതിൻ്റെ ഇടയിൽ കദാ എന്ന വാക്ക് കൊണ്ടുവന്നത് അത് മഅതൂഫിൻ്റെ ശേഷം പറയാൻ പോകുന്ന കാര്യം അത് മഅതൂഫ് അലൈഹിക്ക് ബാധകമില്ല എന്നറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇജ്മാ ഉണ്ട് ഇജ്മാ ഉള്ളത് അത് ജിന്നിനും ഇൻസിനും അയക്കപ്പെട്ടവരാണ് എന്ന വിഷയത്തിലാണ്. അതേ സമയത്ത് മലക്കുകൾക്ക് അയക്കപ്പെട്ടു എന്ന വിഷയത്തിൽ ഇജ്മാ ഇല്ല, ഈ മുഹഖിഖീങ്ങളായ പണ്ഡിതന്മാർ പറഞ്ഞതാണ്. ഇനി മുഹമ്മദുൻ, മുഹമ്മദ് എന്ന പേരാകുന്നത് അലമുൻ, അത് അലമാണ്. മങ്കൂലുൻ, മങ്കൂലയായ അലമാണ്.
മിൻ ഇസ്മി മഫ്ഊലിൽ മുളഅഫി, മുളഅഫായ ഫീലിൻ്റെ ഇസ്മ മഫ്ഊലിൽ നിന്ന് നഖ്ല് ചെയ്യപ്പെട്ട ഒരലമാണ്. ഹമ്മദ യുഹമ്മിദു എന്ന തളീഫ് ചെയ്യപ്പെട്ട ഫീലിൻ്റെ ഇസ്മ മഫ്ഊലിൽ നിന്ന് നഖ്ല് ചെയ്യപ്പെട്ടതാണ് മുഹമ്മദ് എന്നുള്ളത്. അലമ് രണ്ടിനുണ്ട്. അലമുൻ മങ്കൂല്, മങ്കൂലയായ അലമുണ്ട്. അലമുൻ മുർത്തജിൽ, മുർത്തജിലായ അലമുണ്ട്. മുർത്തജിലായ അലം എന്ന് പറഞ്ഞാൽ അതിനെ പേരായി മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ, മറ്റൊന്നിനും ഉപയോഗിക്കുകയില്ല. ഉദാഹരണം യൂസുഫ്, ഇബ്രാഹിം, മൂസ പോലത്തത്. അതേസമയത്ത് മങ്കൂലായ അലം എന്ന് പറഞ്ഞാൽ വെറും അലമായിട്ടല്ല, മറ്റുള്ള അർത്ഥത്തിന് വേണ്ടിയും അത് ഉപയോഗിക്കപ്പെട്ടതായിരിക്കും. ഉദാഹരണം മുഹമ്മദ് എന്നുള്ള പേര് ഇടുന്നതിന് മുമ്പ് മുഹമ്മദ് എന്നുള്ളത് സ്തുതിക്കപ്പെടുന്നവൻ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കപ്പെടുന്നു, പിന്നെ അത് അലമാകുന്നു. അങ്ങനെയുള്ളതാണ് മങ്കൂലയായ അലമ്. ആർക്കാണ് ഈ മുഹമ്മദ് എന്നുള്ള പേര് വെക്കപ്പെടുന്നത്? മൗലൂഉൻ ലിമൻ കസുറ ഖിസാലുഹുൽ ഹമീദതു, സ്തുതിക്കപ്പെടുന്ന കാര്യങ്ങൾ അധികരിച്ചവർക്കാണ് ഇങ്ങനെ മുഹമ്മദ് എന്ന പേര് വെക്കപ്പെടുന്നത്. വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.